Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കപ്പ് റവയും ഒരു നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി നാലുമണി പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 250 ml ന്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതേപോലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു വണ്ണത്തിലും ഈ ഒരു രീതിയിലും. നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിയാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒരു നേന്ത്രപ്പഴം 4 ആയിട്ട് കീറിയിട്ട് ഇതേപോലെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു നേന്ത്രപ്പഴം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ദേ പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സോസ് പാനിൽ ഒരു 3 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3 ഉണ്ട എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറിയ വലുതല്ല കേട്ടോ, ഒരുപാട് വണ്ണം കുറഞ്ഞ ചെറിയ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര മെൽറ്റാകാൻ വേണ്ടി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുപ്പിലൊരു പാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡാൽഡയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് നല്ല ഫ്ലേവറുള്ള നെയ്യ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പശു നെയ്യോ അല്ലെങ്കിൽ RKGയോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അത്യാവശ്യം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുഴഞ്ഞു പോകാതെ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. അങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ അടുക്കൽ തന്നെ നിന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് എടുത്തു ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാനൊരു 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് അതുകൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് റവ, 250 ml ൻ്റെ കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതേ നെയ്യ് തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച 1 ടേബിൾ സ്പൂൺ നെയ്യിലാണ് നേന്ത്രപ്പഴവും കാഷ്യൂനട്ടും വറുത്തെടുത്തത്. അതേ നെയ്യിൽ തന്നെ നമുക്ക് ഈ റവയും വറുത്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേണമെങ്കിൽ നെയ്യ് വേണമെന്ന് കൂടുതൽ വേണമെന്ന് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് 1 ടേബിൾ സ്പൂൺ കൂടെയൊക്കെ അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള റവയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മൊരുമൊരുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർക്കണ്ട, ഒരു 3/4 സ്പൂണോളം വരുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ശർക്കര പാനിയായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ ശർക്കര ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയുള്ളത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് ശർക്കര പാനിയും 3/4 കപ്പ് തേങ്ങാപ്പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ റവയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് റവയിലേക്ക് 1.5 കപ്പ് ഇത് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് 1.5 കപ്പ് മതിയാകും. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ റവയ്ക്കും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ശർക്കരപ്പാനിയും എന്താ പറയുക തേങ്ങാപ്പാലും എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ റവയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടിപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ 3/4 കപ്പ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ 3/4 കപ്പ് ശർക്കരപ്പാനിയുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റവ കുക്കാവുന്നതിനനുസരിച്ചിട്ട് ഇത് രണ്ടും കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും അളവിൽ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിനായിട്ട് ഞാനൊരു 3 ഏലക്കായ ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാക്കും. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയേക്കാം. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം, കട്ട് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതേപോലൊരു ഗ്ലാസ് ട്രേയിൽ ഒരല്പം നെയ്യൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഈ ട്രേയിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഒന്ന് ചൂടാറും. ഇപ്പോൾ നല്ല തിളച്ച ചൂടാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ഒരുവിധം ആറും. ആ സമയത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പാച്ചില കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, നമുക്ക് ഏത് നേരത്തും കഴിക്കാം കേട്ടോ. ചായക്കൊപ്പം വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ റവയും നേന്ത്രപ്പഴവും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു 4 മണി പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.